മനുഷ്യനുണ്ടായ കാലം തൊട്ട് മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഒരു മനുഷ്യന് 7 ജന്മങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നാൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏകദേശം 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ പൂർവ്വജന്മ ഓർമ്മകൾ വരികയും ആ കുട്ടിയുടെ പൂർവ്വജന്മത്തിൽ ആ കുട്ടി മരണപ്പെടാൻ കാരണം എന്താണ് എന്നുള്ളത് വരെ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിട്ടുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ കുട്ടിയെക്കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Diaries. സിറിയ എന്ന് പറഞ്ഞ നാട്ടിലെ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു ഈ കുട്ടി ജനിച്ചത്. ഈ കുട്ടി ജനിച്ച കുറച്ച് വർഷത്തേക്ക് വളരെ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ കുട്ടിക്ക് 3 വയസ്സായപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഈ കുട്ടി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ താൻ പുനർജനിച്ചതാണ് എന്നും തന്റെ പൂർവ്വജന്മത്തിൽ തന്നെ ഒരു വ്യക്തി കൊന്നതാണ് എന്നും ഇതുപോലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞത്. കുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് ഇതായി പറഞ്ഞു കൊടുത്തതായിരിക്കാമെന്നും ഇതവരെ കേട്ടതായിരിക്കാമെന്നാണ് അവർ ആദ്യം വിചാരിച്ചത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കുട്ടി ഇതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാരണം കൊണ്ട് തന്നെ ഇതുപോലുള്ള പുനർജന്മങ്ങളെ കുറിച്ച് റിസർച്ച് നടത്തുന്ന ഡോക്ടർ എലീല ലാഷ എന്ന വ്യക്തിയെ പോയി കാണുകയും ആ വ്യക്തിയെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയും ചെയ്തു. ആ കുട്ടിയുടെ പൂർവ്വജന്മത്തെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഡോക്ടർ ചോദിച്ചറിയുകയും കുട്ടി പറഞ്ഞതിന് സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ ഡോക്ടറിന്റെ കുറച്ച് ആൾക്കാരും കൂടെ ഈ കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളെയും കൂട്ടി ഈ കുട്ടിയുടെ കഥയിൽ പറഞ്ഞിട്ടുണ്ടെന്ന ആ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഏകദേശം ഇവർ ആ സ്ഥലം എത്തിയപ്പോൾ തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വന്ന് നാട്ടിലേക്ക് വരുന്ന ഒരാളുടെ സന്തോഷമായിരുന്നു ആ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്നു എന്നാണ് ആ ഡോക്ടർ പറയുന്നത്. ആ സ്ഥലം എത്തിയ ശേഷം ഈ കുട്ടി പറഞ്ഞ അഡ്രസ്സിലേക്ക് പോയി അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടി പറഞ്ഞ അതേ പേരിൽ അവിടെ അയാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഏകദേശം 4 വർഷമായി അയാളെ ഇവിടെ കാണാനില്ല. ഇതെല്ലാം നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ ആ വീടിന്റെ അടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ ഇറങ്ങി വരികയും അയാളെ കണ്ടപ്പോൾ തന്നെ ഈ കുട്ടി അയാൾ പേര് പറഞ്ഞ് വിളിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അയാൾ അടുത്ത് വന്ന് എന്നെ എങ്ങനെ ഈ കുട്ടിക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് എനിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാമെന്നും എന്നെ ഏകദേശം 4 വർഷം മുൻപ് നിങ്ങളാണ് എന്നെ കൊലപ്പെടുത്തിയത് എന്നാണ് അത്രയും പേരുടെ മുന്നിൽ വെച്ച് ആ കുട്ടി പറഞ്ഞത്. ആദ്യം വിശ്വാസമാവാതെ അയാൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഈ കുട്ടി വീണ്ടും ഇയാളാണ് എന്നെ കൊന്നതെന്ന് പറയുകയും ഇയാളെക്കുറിച്ചുള്ള മറ്റു പല കാര്യങ്ങളും അത്ര പേരിന്റെ മുന്നിൽ വെച്ച് വിളിച്ചു പറയുകയും ചെയ്തു. അയാൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ തന്നെ ഡോക്ടറിന്റെ കൂടെ വന്ന ആൾക്കാരും അയാളെ പിടിച്ചു വെക്കുകയാണ് ചെയ്തത്. ഇനിയും തെളിവ് വേണമെങ്കിൽ നിങ്ങൾ എന്നെ കുഴിച്ചിട്ട് സ്ഥലം വേണേൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അത്രയും പേരെ കൂട്ടി ആ കുട്ടിയെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ എത്തിയ ശേഷം ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിച്ച് ഇതുകൊണ്ടിയാൽ എൻ്റെ അസ്ഥി കൂടെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് അറിവുണ്ടായിരുന്ന എല്ലാവരും കൂടെ ആ സ്ഥലം കുഴിച്ചു നോക്കിയപ്പോഴാണ് ഒരു മനുഷ്യന്റെ അസ്ഥികൂടത്തിന്റെ കൂടെ ഒരു കോടാലിയും കണ്ടുപിടിച്ചത്. ആ കുട്ടി പറഞ്ഞത് ഈ ഒരു കോടാലിയും കൊണ്ട് തലയുടെ ബാക്ക് ഭാഗത്ത് അടിച്ചതുകൊണ്ട് തലയിൽ സ്കള്ള് പൊട്ടിട്ടാൽ താൻ മരിച്ചത് എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. അതോടൊപ്പം ആ സ്കള്ളിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ കുട്ടി പറഞ്ഞ അതേ സ്ഥലത്ത് ആ സ്കള്ളിൽ ഒരു പൊട്ടലുണ്ടായിരുന്നു. അതിനുശേഷം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പോലീസിനകത്ത് ഇയാൾ പറഞ്ഞത് ഒരു കുട്ടിയുടെ വാക്ക് കേട്ട് തന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് എന്നുള്ള രീതിയിലായിരുന്നു അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പോലീസ് പല രീതിയിൽ ചോദ്യം ചെയ്തതിന് ശേഷമാണ് അയാൾ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്തിടാൻ പോകുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും.